ഡേ 42 ഓഫ് 75 ഹാർഡ് ഡേയ്സ് ചലഞ്ച്. ഞാനേ ഇതൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. നീ എന്താ ഒരു തമാശയിലും കൂടാതെ ഇതൊക്കെ എന്തിനാ എത്ര സീരിയസ് ആയി എടുക്കുന്നത്? നിന്നെ ഞാനിങ്ങനെ കുറ്റപ്പെടുന്നത് കൊണ്ടാണ് നീ എന്നും ഈ പൊട്ടക്കിണറ്റിൽ തവളയാവാതെ അതിൽ നിന്ന് പുറത്തൊക്കെ വരുന്നത്. വന്ന് എന്നോട് ഇപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റില്ല കേട്ടോ. നീ അപ്പോഴത്തേക്കും നീ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ ഇടും. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മളെ ചുറ്റുപാടുണ്ട് അല്ലേ? എൻ്റെ ചുറ്റുപാടുണ്ട് കേട്ടോ. അവരെ വിചാരം ഇങ്ങനെ ഈ കുറ്റപ്പെടുത്തി നന്നാവുമെന്നാണ്. അവർ ലാസ്റ്റ് പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗാണ്, ഇതൊക്കെ ഞാൻ നിന്നെ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. വാട്ട് യു മീൻ ബൈ നിന്നെ നന്നാക്കൽ? ആക്ച്വലി നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് വേറെ ആർക്കെങ്കിലും ആണോ? ഓഫ് കോഴ്സ് അല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളവർ നിന്നെ നന്നാക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു കാര്യമാണ്. ഒന്നാമത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറ്റപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് മാറുന്ന ആളുകളുണ്ടാവും. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇതിൽ നിന്നും മാറാതെ, അതായത് ഈ കുറ്റപ്പെടുത്തുന്നത് മൂലം അത് ട്രോമയായിട്ട് അതിൽ നിന്നുള്ള കോൺഫിഡൻസും കൂടി പോകുന്ന ഒരുപാട് ആളുകളുണ്ടാവില്ലേ? എൻ്റെ ചുറ്റുപാടുണ്ട് കേട്ടോ. ഇന്നലെയും കൂടി എന്നോട് ചോദിച്ചിട്ടുള്ളൂ, ഈ 41 ദിവസമായിട്ടും അനക്കൊരു മാറ്റം കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ഞാൻ ഈ ചലഞ്ച് തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫിസിക്കൽ ഹെൽത്തിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എൻ്റെ മെൻ്റൽ ഹെൽത്തിനാണ്. പിന്നെ ബോഡി ഫ്ലെക്സിബിൾ ആയിരിക്കുക എന്നതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ 42ാമത്തെ ദിവസവും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എൻ്റെ ബോഡി എനിക്ക് കൂടുതൽ ഫ്ലെക്സിബിൾ ആവുന്നുണ്ട്. അതേപോലെ എൻ്റെ മെൻ്റൽ ഹെൽത്തിന് എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, കുറ്റപ്പെടുത്തി മറ്റുള്ളവരെ നന്നാക്കാം എന്നുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് മാറ്റിയേക്കാം. ഒരാളെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ മറ്റ് 4 വിരലുകളും നമ്മളെ നേരെയാണ് ചൂണ്ടുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. നമുക്ക് ലൈഫിൽ ആരും നന്നാക്കാൻ പറ്റില്ല. നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റുക? നമ്മളെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും ബ്ലെയിം ചെയ്യാൻ പോകുമ്പോഴും അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഇൻസ്പയർ ചെയ്ത് നന്നാക്കാം എന്നുള്ളൊരു തോട്ട് ആരുടെയും മനസ്സിലുണ്ടെങ്കിൽ അത് വേണ്ട കേട്ടോ. കാരണം അവർക്കത് നെഗറ്റീവിലായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ലല്ലോ. ആ ഒരു കാര്യം എന്ത് ചെയ്യുക, മൈൻഡിൽ ഓർത്തുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോവാം. അപ്പം ബൈ.